ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതാണേ. ഞാൻ അവരോട് പറഞ്ഞില്ല, ഞാനിവിടെ അടുത്തൊരു ഷോപ്പിൽ പോയതാണ്. ചെടിച്ചട്ടിയും കുറച്ച് മണ്ണൊക്കെ ഒന്ന് മേടിക്കണമായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട്, അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വന്നോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ വരിക. ആലീസ് മാഡം വരൂ. എൻ്റെ ഫ്രണ്ടാണ്, ആലീസ് എന്നാണ് പേര്. ഞാൻ പരിചയപ്പെടുത്താം. ഒരു വീടിനകത്തേക്ക് പോകണ്ട, അതിന് മുന്നേ എനിക്കത് കാണിക്കാനാണ് ഇഷ്ടം. ഒരു ചെറിയൊരു കൃഷിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കരമായിട്ട് കൃഷി ചെയ്താണല്ലേ? ഈ വർഷം ഒന്നും ഉണ്ടായില്ല. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ യൂട്യൂബിലേക്ക് ഇട്ടാല്? ഒരു കുഴപ്പമില്ല. അപ്പം എന്താ ഇത് പറഞ്ഞു കൊടുത്ത എനിക്കറിയില്ല. അത് 2 ആപ്പിൾ മരം. എന്തോ ഇത് പെർസിമൻ. ഓക്കെ. ആപ്പിള് ഇത് 2 ആപ്പിള് ഉണ്ടായിട്ടുണ്ട്. ഈ ചെറുതില് 2 ആപ്പിൾ ഉണ്ടായോ? 2 ആപ്പിൾ നിൽക്കുന്നു. വാവ്, ഓക്കെ. പിന്നെ ഇതിൽ 1 ആപ്പിളുണ്ട്. 2 ആപ്പിളുണ്ടോ? ഇതിലും ആപ്പിളുണ്ടോ? ഇതിൽ ഒരെണ്ണം ഉണ്ട്. എവിടെ കാണുന്നുണ്ടോ? കിടക്കുന്നു. ഇതോ? ഓക്കെ. അത് ഈ ഗ്രീൻ ആപ്പിൾ ആയത് കാരണം. ഗ്രീൻ ആപ്പിളാണോ രണ്ടും? രണ്ടും ഗ്രീൻ. എവിടെ കിടപ്പുണ്ടോ? എവിടെ കാണുന്നില്ല. കണ്ടു. അവിടെ ഒരു ആപ്പിൾ ഉണ്ട്. അത് ഗ്രീൻ ഇലയുടെ ഇടയിൽ ഗ്രീൻ ആപ്പിൾ ആയത് കാരണം കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വർഷം അധികം കൃഷിയൊന്നും ചെയ്തില്ലേ? കൃഷി ചെയ്ത് പക്ഷെ ഒന്നും ഉണ്ടായില്ല. ആണോ? ഇതെല്ലാം വെണ്ടയുടെ ഇടയിൽ കൂടെ ആണോ നിങ്ങൾ ഈ ചുമന്ന ചീര ചുമ്മാ അതിനിടയ്ക്ക് തന്നെ കിളുത്ത് വന്നതാ. വെണ്ടയില് വെണ്ടയുണ്ടോ? വെണ്ടയ്ക്കുണ്ട്. പിന്നെ അവിടെ ഇവിടെ വെണ്ടയ്ക്കുണ്ട്. ഇത് പറിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ വെണ്ട. അതിപ്പോ കുറെ നാളായില്ലേ ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. പറിച്ചു അല്ലേ? അപ്പം അമേരിക്കയിൽ നമ്മളൊക്കെ വിചാരിക്കും ഇവിടെ അമേരിക്കയിൽ വന്ന് എല്ലാവരും ഹൈഫൈ ലൈഫ് മാത്രമാണ്, വേറൊന്നും ചെയ്യില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. നല്ലപോലെ നാട്ടിലൊക്കെ പാടത്ത് ആൾക്കാർ ഇറങ്ങി പണിയെടുക്കുന്നത് പോലെ ഇവിടെയും കുറച്ച് ഏരിയ ഉള്ളെങ്കിലും അവിടെ കൃഷി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ അതെ പയർ കണ്ട. ഇവിടെ പയറുണ്ടല്ലോ. ഇതെന്തോ? ഇത് കുറ്റി ബീൻസ്. ഇത് പയറാണോ? കുറ്റിപ്പയർ. ഇതോ? ഇത് വള്ളി അധികം നീളത്തില്ല. ഓക്കെ. ഇനി ഇതും അതാണോ? ഇതിന്റെ ഇടയിൽ എന്തോ ടൊമാറ്റോയോ? അതിനിടെ ചുമ്മാ അത് ഇതിന് ടൊമാറ്റോയും അത് ഇതൊക്കെ ഉണ്ട്. പിന്നെ മത്ത ഇതില് പടന്നു പോകുന്നുണ്ട്. പക്ഷെ ഒന്നും കായ്ച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഇത് കണ്ടോ, ഇപ്പൊ കായ്ച്ചു വരുന്നേ ഉള്ളൂ. ഇതുണ്ടോ? പക്ഷെ അതിനി ഈ വർഷം ഒന്നും വലുതാകത്തില്ല. മുയലെല്ലാം തിന്നച്ചിട്ട് ഇതായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു പയറ്, വെട്ടുകത്തിപ്പയറല്ലേ, ചീമപ്പയറെന്ന് നാട്ടിൽ പറയും. വെട്ടുകത്തിപ്പയറോ? ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ചീമപ്പയറെന്ന് പറയും. ഇത് കുറെ വലുതാകുന്ന ഇത്. പിന്നെ ഇത് മുളക്. പയർ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ആയിട്ടല്ലേ? അവിടെ ചിരിച്ചുണ്ട്. മുളക് പലതരം മുളകാണല്ലോ. അത് പലതരം മുളക്. ഇവിടെ 2-3 വഴുതനയുണ്ട് അതിന്റെ പുറകില്. അതിനിടയിൽ ഒരു മത്ത പോകുന്നുണ്ട്. വഴുതനങ്ങ ഇട്ടോ വല്ലത്? ഒരു കറിക്കുള്ള കിട്ടി. പിന്നെ ഇത് വെൽപ്പപ്പർ ഉണ്ട്. ഞങ്ങൾക്ക് കൂടെ കീരയൊക്കെ തരും കേട്ടോ. ബെൽപ്പപ്പർ ഉണ്ട്, അതൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് പൊക്കോളാം. ഓക്കെ, ബെൽപ്പപ്പർ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കീര, പിന്നെ എന്താ പറയാ, പാവയ്ക്ക. ചീര. ഞാൻ കീര എന്നാ പറയണത്. ഓക്കെ, ചീര തരും, പിന്നെ പാവയ്ക്ക തരും, പച്ചമുളക് തരും കേട്ടോ. അതൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ. ഇതൊക്കെ പച്ചമുളകാണ്. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, പച്ചമുളക്. എനിക്കിതൊന്നും നട്ടു നനയ്ക്കാനുള്ള നേരമൊന്നുമില്ല. അതെ, പിന്നെ ഇത് സ്ഥലവും കുറവാണ്. ഇത് ഒത്തിരി ടൊമാറ്റോ ഉണ്ടല്ലോ, കുഞ്ഞു ടൊമാറ്റോ. ഇങ്ങനെ ഇതെന്താണ്? സാലഡ് ടൊമാറ്റോ. ഓക്കെ, ഇത് സാലഡ് ടൊമാറ്റോ ആണ് കണ്ടോ. കുഞ്ഞു ടൊമാറ്റോ, സാലഡ് ടൊമാറ്റോ. പയറെല്ലാം തീർന്നു. ഇതിപ്പം ഈ മിഡിൽ ഓഫ് ഓഗസ്റ്റ് മിഡിൽ അല്ല, 20s ആയി. അപ്പൊ പിന്നെ ഇത് പോയി. ഇതിന് നല്ല നാട്ടിലെ പോലെ പന്തലൊക്കെ കെട്ടിക്കൊടുത്ത പയർ ഒക്കെ ഉണ്ട്. എവിടെയാ പാവല്? ഇത്ര സ്ഥലമേ ഉള്ളെങ്കിലും എന്തെല്ലാം സാധനങ്ങൾ എവിടെ ഉള്ളതെന്നറിയോ? ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ, ഇല്ലയെന്ന് പറയരുത്. ഇതേ പാവലാണേ. പാവല് കണ്ടോ, പാവയ്ക്ക ഉണ്ട്. ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. ഉണ്ടായിരുന്നതൊക്കെ പറിച്ചു. ഞങ്ങൾക്ക് കുറേ പേർക്ക് കൊണ്ടുവന്ന് തന്നു. ഇങ്ങനെ കുറേ ഭാഗമായിട്ടാണ് പള്ളിയിൽ സൺഡേയിൽ വരുന്നത് ഇതൊക്കെ വിളയുമ്പം. അപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്യാൻ മടിയുള്ളവർക്കും കൃഷി ചെയ്യാത്തവർക്കുമായിട്ടുള്ളവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. കൃഷി ചെയ്യാൻ സമയമില്ലാത്തവർക്ക് കൊടുക്കും കേട്ടോ, മടിയുള്ളവർക്ക് കൊടുക്കാറില്ല. ഇതെന്താ സംഭവം എനിക്ക് അറിയത്തില്ല. നാട്ടിൽ നിന്ന് കണ്ടെന്ന് ഏതാണ്ട് അരിയാ, വെള്ളരിക്ക എന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു വെള്ളരിയുടെ ലുക്കാണ് അല്ലേ? അത് പിന്നെ ഗ്രൗണ്ട് പോകെല്ലാം തിന്നേച്ചിട്ട് ഇപ്പം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇത് ഇവിടെ എല്ലാം കുമ്പളവും എല്ലാം വെച്ചിരുന്നു. അതെല്ലാം പോയി കഴിഞ്ഞപ്പോ ഞാൻ ചുമ്മാ പയറിട്ടതാ. പയറ് കുറെ ഉണ്ടല്ലോ, പക്ഷെ ഒന്നും കഴിക്കുന്നില്ല ഈ വർഷം. ഇതെന്തുവാ? ഇതാണോ മറ്റേ? ഇത് ചീമപ്പയറിന്റെ തന്നെ.
ചീമപ്പയർ ഇതാണോ ഈ പറഞ്ഞ എന്താണ് വെട്ടുകത്തിപ്പയർ? ആ വെട്ടുകത്തിപ്പയറല്ല, ചീമപ്പയർ എന്ന് പറയും. അതുകൊണ്ടാണോ അതിന് പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. അത് കത്തിയുടെ ഒരു ഷേപ്പിനല്ലേ അത്. ഇത് പിന്നെ പീച്ചിലി. ആ പീച്ചിങ്ങ. ഇവിടെ ഞാൻ ഒരിടത്തും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത റയർ ഒരു സാധനമാണ് ഈ പീച്ചിങ്ങ. കണ്ടോ ഈ പീച്ചിങ്ങ കണ്ടോ? ഇപ്പൊ ഈ വർഷം കായ്ച്ചു വരുന്നുള്ളൂ. പീച്ചിങ്ങ വിത്തെടുക്കാനൊന്നുമില്ല. 2 വർഷം മുമ്പ് ഇവരുടെ ഒരു സിസ്റ്റർ ഇവിടെ വന്ന് കുറെ 1 വർഷം 2 വർഷം താമസിച്ചിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ കംപ്ലീറ്റ് ഇവിടെ കൃഷിയായിരുന്നു കേട്ടോ. ഒത്തിരി അവരിട്ട് വയ്ക്കും. പണിക്ക് പോകണ്ടല്ലോ, വീട്ടിലിരുന്നാൽ മതിയല്ലോ. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ടൊമാറ്റോസ് ആണ്. ടൊമാറ്റോസ്. പിന്നെ ഇവിടെ വഴുതന കാട് പിടിച്ചു. ഇനിയിപ്പോൾ തീരാറായതുകൊണ്ട് ആരും ഇങ്ങോട്ട് കയറുന്നില്ല. കാട് പിടിച്ചു. അവിടെയൊക്കെ ഒത്തിരി ടൊമാറ്റോകൾ ഉണ്ട്. കണ്ടോ? അയ്യോ വലിയ ടൊമാറ്റോ ഒക്കെ നിൽക്കുന്നു. വലിയ ടൊമാറ്റോ കണ്ടോ? ഒരു പഴുത്താറായ ടൊമാറ്റോ. ഇവിടെ ഇഷ്ടംപോലെ ടൊമാറ്റോസ് ഉണ്ടല്ലോ. ആഹാ, എനിക്കിഷ്ടമുള്ളൊരു സംഗതി വരുന്നേ ഉള്ളൂ. മുല്ല. ആ മുല്ല എനിക്കുണ്ട്. എൻ്റെ മുല്ല പക്ഷെ ഇങ്ങനെ കോല് പോലെ മുകളിലേക്ക് പോകുന്നു. അത് വെട്ടി വിടണോ അല്ലേ? എങ്ങനെയായി വെട്ടി വിടുന്നത്? ഞാൻ എടുത്തു വെക്കുമ്പോ അകത്തോട്ട് വെക്കുമ്പോഴോ? നീണ്ടു വരുമ്പോ വെട്ടിക്കളയും. അയ്യോ ഇത് ഒരുപാട് അങ്ങ് നീണ്ടു നിൽക്കുക. അത് നമുക്ക് അകത്തെടുത്ത് വെക്കുമ്പോ നീണ്ട പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വെട്ടിക്കളയും. അപ്പൊ പിന്നെ എടുത്ത് വെളിയിൽ വെക്കുമ്പോഴാണോ പിന്നെ നല്ല ചെടിയാവുന്നത്? നിറച്ചും ഇതിന്റെ അകത്ത് ഒരു മരം നിൽക്കുന്നത് എന്തോ? പെർസിമൻ. ഓക്കെ, ഇത് ഒക്കെ ടൊമാറ്റോസ് ആണ്. പിന്നെ എനിക്ക് ഭംഗിയുള്ളൂ. അത് ശരിയാണ്. ഇപ്പം നമുക്ക് തൽക്കാലം കരിയാപ്പല പൂ കണ്ടോ? കായ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം, കറിവേപ്പില. നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നുണ്ടോ? ഇവർ ഇത് വിൻ്ററാകുമ്പോൾ എടുത്ത് അകത്ത് വെക്കും കേട്ടോ. അകത്ത് വെക്കുമ്പോൾ ഇലയൊക്കെ പൊഴിഞ്ഞു പോകുമ്പോൾ ഇവർ തന്നെ അടർത്തിയെടുത്ത് ഞങ്ങൾക്കെല്ലാം കൊണ്ടുവന്ന് തരും. അപ്പോൾ ഞാനത് വേറൊരു രീതിയിൽ അത് സൂക്ഷിച്ച് വയ്ക്കും. കുറേ നാളത്തേനെ ഇരിക്കും. പച്ച കളർ പോലും പോകാണ്ട് ഇരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് നാട്ടിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും ഒത്തിരി കറിവേപ്പില കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഉണ്ടോ? ഇത് ഇത്രയും കറിവേപ്പില. ഞാൻ ഇന്ന് ഇവിടെ നിന്നൊരു കറിവേപ്പില അടിച്ചുകൊണ്ട് പോകും. എനിക്കിത് ഭയങ്കര ക്രേസാണ് ഈ കറിവേപ്പില എന്ന് പറയുന്ന ഒരു സംഗതി. ഭയങ്കര ഇഷ്ടമാണ്. അത് ഇവിടെ ഈ ചീത്തയായ ഈ ചാറായ ഈ കറിവേപ്പിലാണ് എനിക്ക് തരുന്നത്. എനിക്ക് നല്ല ഇങ്ങനത്തെ പച്ച മതി. ഇത് ആണോ? കാരണം ഇത് നല്ലതാ. ഇതാണ് ജീരക കറിവേപ്പില അല്ലേ? ഈ കറുത്ത എന്റെ കയ്യിൽ ഉള്ളത് ജീരക കറിവേപ്പില. ഞാൻ ഇദ്ദേഹത്തിന് ഒരു നാരകം കൊടുത്തിരുന്നു. വളരെ ചെറിയൊരു നാരകം കൊടുത്തു. എത്ര 1 വർഷം 2 വർഷമായ? 2 വർഷത്തിന് മുന്നേ കൊടുത്ത ഒരു നാരകമാണ്. വളരെ ഒരു കുഞ്ഞു തൈയാണ് കൊടുത്തത്. ഒരു പെണ്ണിന്റെ അത്രയും ഉള്ള ഒരു തൈയാണ് കൊടുത്തത്. അപ്പം അതില് എന്നെ കൊതുക് കടിക്കുന്നു. അപ്പം ആ നാരകം ഇങ്ങനെയായി കണ്ടോ? താഴെ നല്ല സ്മാർട്ടായിട്ട് അലയായി. എനിക്കൊരു നാരകം ഇങ്ങനെ ഞാൻ പിടിപ്പിക്കുന്നുണ്ട്. ഒരു നാരകം എനിക്കും ഉണ്ടൊരു തൈ. ഞാനും അത് നല്ല സ്മാർട്ടാക്കി എടുക്കും. ഇതിനൊക്കെ വെള്ളം കൊടുക്കണം. എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ വെള്ളം കൊടുക്കും. ഒത്തിരി വെള്ളം കൊടുത്താലും കൊള്ളുകയല്ല. വെളിയിലിരിക്കുന്നതിന് വെള്ളം കൊടുക്കണ്ടേ? അകത്തുള്ളതിന് ദിവസം ഒരു പ്രാവശ്യം രാവിലെ മാത്രമേ. അയ്യടാ, ഈ കറിവേപ്പില കണ്ടപ്പോ എനിക്ക് ഇതാ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നണേ. ഇതാണ് ജീരക കറിവേപ്പില. ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുമ്പോ നല്ലത് വേണ്ടേ കൊടുക്കാൻ? ഇത് കണ്ടോ? ഈ മരിക്കാറായതിനെ എനിക്ക് തരുന്നത്. അതിന്റെ കുഞ്ഞല്ല ഇത്. ഇതിന്റെ കുഞ്ഞാ. ഇതെനിക്ക് ഒത്തിരി തൈ ഉണ്ട്. അത് പറിച്ചെനിക്ക് എടുത്തിട്ട് ഞാൻ ഒരെണ്ണം എനിക്കും തരാം. കാരണം അത് ജീരക കറിവേപ്പിലയാ നല്ലത്. ഇത് നോക്കട്ടെ, ഇത് നല്ല ജീരകമല്ലേ? ഞാൻ ഒന്ന് മടത്തി നോക്കട്ടെ. അതൊന്നും എനിക്കറിയത്തില്ല. നല്ല മണമുണ്ട്. അതിനകത്തും തൈ വരുന്നുണ്ട്. അപ്പൊ ഇതോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തരാം. തൈ ഉള്ളതൊന്നും തിരികയില്ല. അപ്പൊ നമ്മള് വിചാരിച്ചത് അപ്പൊ ഇത് ഞാൻ അകത്ത് കയറ്റി വെക്കുമ്പോ ഇവിടെ കൊണ്ട് കട്ട് ചെയ്യണോ? ഇല്ലില്ല, അടുത്ത വർഷം പിന്നെ പുറത്തെടുത്ത് വെക്കുമ്പോൾ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യണ്ട. ഇപ്പം അടുത്ത വർഷം കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇളം ഇത് കട്ടിയില്ലാത്ത തണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് കട്ട് ചെയ്യില്ല. പക്ഷെ ഇതൊക്കെ ഇനി ഞാൻ അടുത്ത വർഷം എടുത്ത് പുറത്തെടുത്ത് വെക്കുമ്പം മൊത്തം കട്ട് ചെയ്യും. ഇത്രയും വലുതായിരുന്നു ഇത്. അപ്പൊ ഞാൻ ഇത് വെട്ടി വിട്ടപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ വേണം, വെട്ടി വിടുമ്പോഴാണ് അതിന്റെ ബ്രാഞ്ചസ് വരുന്നത്. എനിക്ക് വെട്ടാനൊന്നും അറിയത്തില്ല, ഞാൻ വലിയ കൃഷിക്കാരിയൊന്നും അല്ല. അപ്പൊ ഇത് ഞാൻ വെട്ടി വിട്ടില്ല ഈ വർഷം. അതായത് ഒരു പൂ ഉണ്ടായിരുന്നോണ്ട് ഞാൻ വെട്ടാതെ അത് നിർത്തി. നിങ്ങളുടെ നാട് എവിടെയാ? ഇടുക്കി. എനിക്കറിയാം, ഞാൻ ഇവർക്ക് വേണ്ടി ചോദിച്ചതാ. ഇടുക്കിയിൽ നല്ല കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. അപ്പൊ അതായതുകൊണ്ട് അവർക്കറിയാം. ഇതുണ്ടോ പിന്നെ കരിയാപ്പയില് കായ ഉണ്ടാക്കി നിൽക്കുന്നത്. പക്ഷെ കായ ഇട്ടിട്ട് നിങ്ങൾക്ക് മുരിങ്ങയില്ലേ? മുരിങ്ങയില്ല. വാഴയില്ലേ? വാഴയില്ല, മുരിങ്ങയില്ല. ഞാൻ വാഴ തരാം കേട്ടോ. ഞാനൊരു വാഴക്കന്ന് തരാം.
മുരിങ്ങയും ഈ വർഷം വേണോ ഇനി അടുത്ത വർഷം വേണോ? ഈ വർഷം തന്നേക്കാം. ഈ വർഷം തന്നെ അല്ല ഞാൻ ചോദിക്കട്ടെ, ചേമ്പ് കണ്ടോ? ഇതിനൊക്കെ ചേമ്പ് ഇതിൽ വെച്ച് എങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. ഇല കറി വെക്കുന്നവർക്ക് ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷിച്ചതാ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പിന്നെ മണ്ണി തൊടില്ല, ഭയങ്കര ഹാഷ് ബുഷൊക്കെ ആയിട്ടായിരിക്കും നടക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അല്ലാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, എല്ലാവരും കുറച്ച് ഈ സമ്മറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്തെങ്കിലും നമ്മുടേതായിട്ട് പിന്നെ എന്താ പറയുക, വളമൊന്നുമില്ലാത്ത പച്ചക്കറികളും അതുമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവിടെ ഇപ്പം നമ്മൾ ചുമ്മാതെ ജീൻസും ഇട്ടോ അല്ലെങ്കിൽ മിഡിയും ടോപ്പും ഇട്ടോ നടക്കുന്നവരൊന്നും അല്ല നമ്മുടെ എല്ലാ ഇന്ത്യക്കാരും ഇവിടെ. അത് ശരിക്കും മഞ്ഞൾ. ഓക്കെ, മഞ്ഞളുണ്ട് കണ്ടോ? അതെ, എവിടെ മഞ്ഞൾ കാണുന്നില്ലല്ലോ. ഇത് ഓ ആ, മഞ്ഞളുടെ ചെടിയോ ഉണ്ട്, വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ്. അപ്പം ഇവർ നമ്മൾ വിചാരിക്കും, ശരിക്കും ഞാനും ഒക്കെ ഈ 10-18 വർഷം മുന്നേ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഒക്കെ ഞാനും വിചാരിച്ചിരുന്നത്, ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ നാട്ടുകാരാണേലും ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റൈലൊക്കെ മാറി. ഇത് വെജിറ്റബിളിന്റെ പീലിങ്സ് എല്ലാം ഇട്ടിട്ട് ഇതിനകത്ത് പിന്നെ വെജിറ്റബിൾ ഇതിന്റെ എല്ലാം ഇട്ടിട്ട് മണ്ണും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കറക്കി വിടും. അപ്പൊ അത് നല്ല വളമാവും. എന്നിട്ട് അതാണോ ഇതിലോട്ടൊക്കെ എടുത്തിടുന്നത്? എടുത്തിടുന്നത്. പിന്നെ ഞാൻ എൻ്റെ കമ്പോസ്റ്റ് ഉണ്ടാക്കും ഞാൻ തന്നെ. അതാണ് ഈ സംഭവം. അതൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ? കിച്ചൺ വേസ്റ്റ് അല്ല, ഇതിപ്പോ നിറഞ്ഞിരിക്കുക. ഇതിനകത്ത് മുഴുവനും കിച്ചൺ വേസ്റ്റ് ഇട്ടിട്ട് ഞാനിപ്പോ മണ്ണും ഇട്ട് മൂടി വെച്ചേക്കുക. അതിന്റെ പുറത്തിലയൊക്കെ ഇടും, മണം വരാതിരിക്കാൻ. ഇനി അടുത്ത വർഷം കൃഷി ചെയ്യുമ്പം അടുത്ത വർഷം വരെ ഇതിരിക്കുവോ? അതിനകത്ത് പുഴു ജീവിയൊന്നും വരില്ലേ? പിടിക്കാനില്ല, അത് അലിഞ്ഞ് ഈ ഇറച്ചിയുടെയും മീനിന്റെയും വേസ്റ്റ് അതെല്ലാം. പുഴുക്കളൊക്കെ വരുമോ? എടുക്കുമ്പോ പുഴുണ്ട്. പുഴുണ്ടോ? ഇപ്പൊ പുഴുവില്ല. എടുക്കുമ്പോ പുഴുവാകുമ്പോ പേടിയില്ലേ? എന്നതിനെ പേടിക്കുന്നേ? എന്നിട്ട് ആ പുഴുള്ള സാധനങ്ങളാണ് ഇതിൽ? അതെല്ലാ സാധനവും ഈ കുഴി കുഴിച്ചിട്ട് അതിനകത്തിട്ട് മൂടും. ഇതാണ് ഒരു 2-3 ദിവസത്തേക്കിന് മണമുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ മണമൊന്നുമില്ല. കുഴി ഒഴിച്ചിട്ട് മൂടിയിട്ടാണോ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്? വെച്ചേക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് തരുന്നതിലൊക്കെ ഈ പുഴുവിന്റെ ഒക്കെ ഇതൊക്കെ ഉണ്ടല്ലേ? എന്റെ തമ്പുരാനെ, പറഞ്ഞത് നന്നായി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മള് ഈ ഇതിന്റെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി. നിങ്ങൾ പണ്ട് തന്ന മത്തയുടെ പിന്നെ അരിയിട്ട് കിളുത്തതിന്റെ ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഇപ്പൊ ഒരു മത്ത ഇത് ഞാൻ ഇവർക്ക് ഒരു മത്ത വരുന്നു. ഞാൻ ഇവർക്ക് ചില കാര്യങ്ങളൊക്കെ അധികം ഒന്നും ഉണ്ടാകത്തില്ല. അത് ഇനിയിപ്പം